കടന്നു വന്ന പാതകളെ തിരിഞ്ഞു നോക്കുമ്പോൾ നന്ദിയാൽ എന്നുള്ളം നിറയുന്നു നാഥാ. കടന്നു വന്ന പാതകളെ തിരിഞ്ഞു നോക്കുമ്പോൾ നന്ദിയാൽ എന്നുള്ളം നിറയുന്നു നാഥാ. മനമുടഞ്ഞു കരഞ്ഞ നേരം മാറോടണച്ചു, കരം പിടിച്ചു കരുനീട്ടി കണ്ണീർ തുടച്ചു. മനമുടഞ്ഞു കരഞ്ഞ നേരം മാറോടണച്ചു, കരം പിടിച്ചു കരുനീട്ടി കണ്ണീർ തുടച്ചു. ദാഹത്താലും വിശപ്പിനാലും വാടി വീണപ്പോൾ മന്നയേകി ജലമേകി പോഷിപ്പിച്ചല്ലോ. ദാഹത്താലും വിശപ്പിനാലും വാടി വീണപ്പോൾ മന്നയേകി ജലമേകി പോഷിപ്പിച്ചല്ലോ. കടന്നു വന്ന പാതകളെ തിരിഞ്ഞു നോക്കുമ്പോൾ നന്ദിയാൽ എന്നുള്ളം നിറയുന്നു നാഥാ. ജീവനു വിലപേശി വൈരി വളഞ്ഞപ്പോൾ അപവാദ ശരങ്ങളേറ്റു മനം മുറിഞ്ഞപ്പോൾ. ജീവനു വിലപേശി വൈരി വളഞ്ഞപ്പോൾ അപവാദ ശരങ്ങളേറ്റു മനം മുറിഞ്ഞപ്പോൾ അമ്മയെ പോലരികിൽ വന്നു ആശ്വസിപ്പിച്ചു. മുറിവ് കെട്ടി മാനിച്ചു ഉയർത്തിയല്ലോ. അമ്മയെ പോലരികിൽ വന്നു ആശ്വസിപ്പിച്ചു. മുറിവ് കെട്ടി മാനിച്ചു ഉയർത്തിയല്ലോ. കടന്നു വന്ന പാതകളെ തിരിഞ്ഞു നോക്കുമ്പോൾ നന്ദിയാൽ എന്നുള്ളം നിറയുന്നു നാഥാ. കടന്നു വന്ന പാതകളെ തിരിഞ്ഞു നോക്കുമ്പോൾ നന്ദിയാൽ എന്നുള്ളം നിറയുന്നു നാഥാ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 43-ാം വാക്യത്തെ ആസ്പദമാക്കി സ്വന്തം കണ്ണിലെ കോലെടുത്ത് കളക എന്നുള്ള ഒരു ചിന്തയാണ് നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു ഭവനത്തിൽ യുവതിയായ ഒരു ജോലിക്കാരി ഉണ്ടായിരുന്നു. എന്നാൽ അവിടുത്തെ വീട്ടുടമസ്ഥ വലിയ കർക്കശക്കാരിയും ഏത് ജോലി ചെയ്താലും അതിൽ തൃപ്തിയില്ലാത്തവളുമായിരുന്നു. ഒരു ദിവസം ജോലിക്കാരോട് പറഞ്ഞു, നീ ഈ വീട് എല്ലാം തുടച്ച് വൃത്തിയാക്കുവാൻ ആവശ്യപ്പെട്ടു. അവൾ അതനുസരിച്ച് എല്ലായിടവും നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കി. അപ്പോൾ വീട്ടുടമസ്ഥ പറഞ്ഞു, നീ തുടച്ചിട്ടും എല്ലായിടത്തും പൊടിയിരിക്കുന്നതല്ലോ, വീണ്ടും തുടയ്ക്കുവാൻ പറഞ്ഞു. ജോലിക്കാരി നോക്കിയിട്ട് പൊടിയൊന്നും കാണുവാനില്ല. എങ്കിലും അവരുടെ നിർദ്ദേശം അനുസരിച്ച് വീണ്ടും തുടച്ചു. ഇങ്ങനെ പല ആവർത്തി വീട്ടുടമ ജോലിക്കാരിയെ കൊണ്ട് വൃത്തിയാക്കിച്ചു. ഒടുവിൽ ജോലിക്കാരി വീട്ടുടമസ്ഥയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവർ ധരിച്ചിരിക്കുന്ന കണ്ണാടിയിൽ മുഴുവനും പൊടി പറ്റിയിരിക്കുന്നതായിട്ടാണ് കണ്ടത്. അത് വെച്ച് നോക്കിയതിനാലാണ് വൃത്തിയാക്കിയ ഇടങ്ങളിൽ പൊടി ഇരിക്കുന്നതായി കണ്ടത്. ജോലിക്കാരി ഭൗതികയോട് പറഞ്ഞു, അമ്മച്ചി വെച്ചിരിക്കുന്ന കണ്ണാടി തുടച്ചിട്ട് നോക്കാൻ പറഞ്ഞു. അപ്പോഴാണ് വീട്ടുടമസ്ഥയ്ക്ക് തൻ്റെ തെറ്റ് മനസ്സിലായത്. പ്രിയ ശ്രോതാക്കളെ, ലൂക്കോസിന് സുവിശേഷം 6:43 ഇപ്രകാരം പറയുന്നുണ്ട്, സ്വന്തം കണ്ണിലെ കോൽ നോക്കാതെ സഹോദര നിൽക്കുക, നിൻ്റെ കണ്ണിലെ കരട് എടുത്തു കളയട്ടെ എന്ന് പറയും പോലെയാണ് ഈ നാളുകളിൽ മനുഷ്യരുടെ നടക്കുന്ന അനേക സംഭവങ്ങളും. സ്വന്തം ജീവിതത്തിലെ തെറ്റുകളെ കണ്ടുപിടിക്കുവാനോ അതിനെ തിരുത്തുവാനോ താല്പര്യം കാണിക്കാതെ മറ്റുള്ളവരുടെ ജീവിതത്തിലെ നിസ്സാരമായ വിഷയങ്ങളെ പർവ്വതീകരിച്ച് അവരെ തേജോവിധം ചെയ്യുവാൻ ഉള്ള പരിശ്രമമാണ് നടക്കുന്നത്. യേശുവിൻ്റെ അടുക്കൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടു എന്നുള്ള ആരോപണം ഉന്നയിച്ച് ഒരു സ്ത്രീയെ പിടിച്ചുകൊണ്ട് മുമ്പിൽ കൊണ്ടുവന്ന സംഭവത്തെക്കുറിച്ച് തിരുവചനത്തിൽ കാണുന്നുണ്ടല്ലോ. ഇവിടെ യേശു ചെയ്ത പ്രവൃത്തി എത്ര ശ്രേഷ്ഠതയേറിയതായിരുന്നു. ഒറ്റയ്ക്കൊരു സ്ത്രീക്ക് വ്യഭിചാരം ചെയ്യുവാൻ സാധ്യമല്ലല്ലോ. അതിന് ഉത്തരവാദിയായ ഒരു പുരുഷനും ഉണ്ടായിരിക്കണം. ഇങ്ങനെ അവളുടെ അടുക്കൽ ചെന്ന വ്യക്തികളായിരിക്കാം മാന്യത്തെ ചമഞ്ഞ യേശുവിന് മുമ്പിൽ അവളെ എത്തിച്ചത്. യേശു വന്നവർ ആരെല്ലാമെന്ന് ഒന്നും നോക്കിയില്ല. യേശു ചെയ്തത് നിലത്ത് കുനിഞ്ഞിരുന്ന് മണ്ണിൽ കുറിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് പുരുഷാരത്തോട്, നിങ്ങളിൽ പാവമില്ലാത്തവൻ ഇവളെ ആദ്യം കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. വന്നവർ മുഴുവനും കല്ല് അവിടെ ഇട്ടിട്ട് സ്ഥലം വിട്ടു. ഒടുവിൽ യേശുവിന് മുമ്പിൽ സ്ത്രീ മാത്രം ശേഷിച്ചു. യേശു ചോദിച്ചു, ആരും നിന്നെ കുറ്റം വിധിച്ചില്ലേ? ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല, പക്ഷേ മേലിൽ പാപം ചെയ്യരുത്. ഇതായിരുന്നു യേശുവിൻ്റെ ഉപദേശം. ആത്മീയ ലോകത്തിൽ നേതാക്കന്മാരായി വിലസുന്നവർ പലരും ഇതുപോലുള്ള പ്രവൃത്തികൾ ചെയ്തവരാണ്. മറ്റുള്ളവരെ ന്യായം വിധിക്കുന്നത്. ഒരിക്കൽ ഒരു പ്രശ്നം പരിഹരിക്കുവാൻ സഭാസ്ഥാനത്ത് വിളിച്ചു. ആരോപണത്തിൻ്റെ ഇരയായ സ്ത്രീയെയും കൂട്ടി അവിടെ ചെന്നു. ന്യായം വിധിപ്പാൻ വന്ന വ്യക്തിയെ സ്ത്രീയെ കണ്ടപ്പോൾ ആകെ ചൂളിപ്പോയി. എന്ത് ചെയ്യണമെന്നറിയാതെയും എന്ത് വിധിക്കണമെന്ന് പറയാതെയും ആകെ കുഴഞ്ഞു. സ്ത്രീയെ കുറ്റവാളിയെന്ന് അവിടെ പ്രഖ്യാപിച്ച നേതാവിൻ
അവളിലുള്ള ബന്ധം പൊളിയും. ഒടുവിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്നും അതിനുശേഷം വിളിപ്പിക്കാമെന്ന് പറഞ്ഞ് നേതാവ് തടിതപ്പി. ഇങ്ങനെയാണ് ഇപ്പോൾ ലോകത്ത് നടക്കുന്നത്. സ്വന്തം കുറ്റങ്ങളെ കണ്ടെത്തുവാനോ അതിന് പരിഹാരം വരുത്തുവാനോ തുനിയാതെ മറ്റുള്ളവരെ തേജോവധം ചെയ്യുവാൻ മിടുക്കന്മാരായി വിലസുന്നവരാണ് ആത്മീയ ലോകത്തിൽ കൂടുതലും ഉള്ളത്. എന്നാൽ ദൈവവചനത്തിൽ പറയുന്നു, ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോട് ഇരിക്കുമോ? നിൻ്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? എസ്കേലിൻ്റെ പുസ്തകം 22:14 ഈ വാക്യം. ആകയാൽ ദൈവസന്നിധിയിൽ താഴ്മയോടും വിനയത്തോടും നമ്മുടെ തെറ്റുകളെ ഗ്രഹിച്ച് അതിൻ്റെ കുറവുകളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാൻ സർവശക്തനായ കർത്താവ് സഹായിക്കട്ടെ. നമ്മൾ മറ്റുള്ളവരെ ശ്രേഷ്ഠനെണ്ണി ജീവിതകാലം മുഴുവൻ നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ തുടങ്ങണം. സ്വർഗസ്ഥനായ പിതാവ് നമ്മുടെ എല്ലാം ചെയ്ത് സഹായിക്കട്ടെ. അതിനുവേണ്ടി തിരുവചന ഭാഗങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.